ശ്രീ പത്മനാഭൻ, ഇവിടെ ഒരു ഘട്ടത്തിൽ അമേഠിയിലെ സ്ഥാനാർത്ഥിത്വം വൈകുമ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ എനിക്ക് ഒട്ടും സമയം കിട്ടിയിട്ടില്ല. ഞാൻ വരാം താങ്കളിലേക്ക്. രാജു പി നായർ, എനിക്കറിയാം താങ്കളെ തടസ്സപ്പെടുത്തിയിട്ടാണ് ഞാൻ കൊടുക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ശ്രീ പത്മനാഭൻ, ഡെറോമത്ത് എന്ന് പറയുന്ന വാചകം യഥാർത്ഥത്തിൽ ഇപ്പോൾ BJP-ക്കാണോ ചേരുക? അല്ല, ഞാൻ അത് പറയാം. അതിന് രണ്ട് കാര്യം പറഞ്ഞോട്ടെ. ഒന്ന്, ബഹുമാനപ്പെട്ട ശ്രീ PJ കുര്യനും ശ്രീ രാജു പി നായരും പറഞ്ഞത് ഞങ്ങൾക്ക് എന്തോ ദളിത് വിരോധമുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇവരൊരു കാര്യം ഓർമ്മിക്കണം. 1997 കോൺഗ്രസ് KR നാരായണനെ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കി മുന്നോട്ട് വെച്ചപ്പോൾ ഞങ്ങൾ അതിനെ പിന്തുണച്ചു. എന്തുകൊണ്ട് പിന്തുണച്ചു? ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതി ആവുന്നത് ഒരു നല്ല സന്ദേശമായിരിക്കും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുക എന്നുകൊണ്ട്. അതേ സമയത്ത് 2017 ഞങ്ങൾ രാംനാഥ് കോവിന്ദിനെ രാഷ്ട്രപതിയായി പ്രഖ്യാപിച്ചപ്പോഴും അദ്ദേഹം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ്. ഇപ്പോൾ ശ്രീമതി ദ്രൗപദി മുർമു അവർ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ്. അവരെ ഞങ്ങൾ രാഷ്ട്രപതിയായി പ്രഖ്യാപിച്ചപ്പോഴും കോൺഗ്രസ് എതിർത്തു. ഞങ്ങൾ ഇവരുടെ സ്ഥാനാർത്ഥി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥിയെ അനുകൂലിച്ചവരാണ്. അന്ന് സർവ്വസമ്മതത്തോടുകൂടിയാണ് ശ്രീ KR നാരായണൻ പ്രസിഡന്റായത്. ഞങ്ങൾ അനുകൂലിച്ചവരാ. പക്ഷെ ഇവരെതിർത്തു. ഒരു പട്ടികവർഗ സ്ഥാനാർത്ഥിയെയും ഒരു പട്ടികജാതി സ്ഥാനാർത്ഥിയെയും ഇവർ എതിർത്തു. അവരാണ് ഇപ്പൊ പറയുന്നത് ഞങ്ങൾക്ക് എന്തോ വലിയ വിരോധമുണ്ടെന്ന്. അതവിടെ നിൽക്കട്ടെ. പിന്നെ ശ്രീ സമ്പത്ത് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞതൊന്നും എഴുതിയിട്ടില്ല. താങ്കൾ പറഞ്ഞത് എവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ 56 ലംഘിക്കപ്പെടുവോ? 77 ലംഘിക്കപ്പെടുവോ? പിന്നെ ഒന്നും കൂടി സമ്പത്ത് സാറേ, 1967 ഞങ്ങളായിരുന്നു ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷി. 35 സീറ്റുള്ള ജനസംഘം. ഞങ്ങൾക്ക് ഡെപ്യൂട്ടി സ്പീക്കർ പദവി തന്നില്ല. 1984 ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി TDP ആയിരുന്നു. 30 സീറ്റുള്ള TDP ആയിരുന്നു. അന്ന് നിങ്ങൾ രണ്ടാമത്തെ പാർട്ടിയാണ്, നിങ്ങൾക്ക് 20 സീറ്റ് ഉണ്ട്. അന്ന് ഒന്നാമത്തെ പാർട്ടിയായ TDP-ക്കും കൊടുത്തില്ല, രണ്ടാമത്തെ പാർട്ടിയായ CPM-നും കൊടുത്തില്ല ഡെപ്യൂട്ടി സ്പീക്കർ പദവി. അപ്പൊ ഇതൊക്കെ കോൺഗ്രസ്സുകാർ പണ്ടും പലതും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും അവരൊക്കെ ചെയ്യുമ്പോൾ കീഴ്വഴക്കങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല. ഞങ്ങൾ ചെയ്യുമ്പോൾ മാത്രം ഞങ്ങളുടെ ഭാഗത്തുനിന്നും അതോ ഇന്നും ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്. അതാ ഇവിടെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ടർ ചാനൽ. കിരൺ റിജു പറഞ്ഞിരിക്കുന്നു 7 തവണ തുടർച്ചയായി ജയിച്ച ആൾക്കാണ് ഒരു തവണ ബ്രേക്ക് വന്ന ആളെ വ്യക്തിയെ. കിരൺ റിജിജു പറഞ്ഞാലും ശ്രീപത്മനാഭൻ പറഞ്ഞാലും വസ്തുതാപരമായ തെറ്റാണെങ്കിൽ വസ്തുതാപരമായ തെറ്റാണ്. കഴിഞ്ഞ തവണ മനേകാ ഗാന്ധി 1991 തോറ്റ മനേകാ ഗാന്ധിക്ക് സീനിയോറിറ്റി വെച്ചിട്ടല്ലേ മനേകാ ഗാന്ധിയെ പ്രൊട്ടൈം സ്പീക്കറാക്കിയത്. അവര് വിജ്ഞാപനം ഇറങ്ങിയതിന് ശേഷമാണ് തനിക്ക് പ്രൊട്ടൈം സ്പീക്കർ ആകാൻ താല്പര്യമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീരേന്ദ്രകുമാറിനെയും ഒപ്പം തന്നെ കൊടിക്കുന്നിലിനെയും പരിഗണിച്ചത്. വീരേന്ദ്രകുമാർ BJP-കാരനായതുകൊണ്ട് വീരേന്ദ്രകുമാറിനെ പ്രൊട്ടൈം സ്പീക്കറാക്കി. അപ്പോൾ അതിലൊന്നും കാര്യമില്ല എന്നുള്ളത് കീഴ്വഴക്കമുണ്ടല്ലോ. അത് നികേഷ്, നമ്മൾ തർക്കിക്കുന്നത് എഴുതപ്പെടാത്ത നിയമത്തിന്റെ പേരിലാണ്. കൺവെൻഷൻസ് ആൻഡ് ട്രഡീഷൻസ് ആണ്, റിട്ടൺ ലോ അല്ല. സുപ്രീം കോടതി വിധിയുമില്ല, എഴുതപ്പെട്ടതുമല്ല. അപ്പോൾ കാലാകാലങ്ങളിൽ പല തരത്തിലുള്ള സംഭവ വികാസങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിനെ പുതിയ കീഴ്വഴക്കമായി മാറും. കീഴ്വഴക്കങ്ങളും കൺവെൻഷൻസും ട്രഡീഷൻസും ഉണ്ടാവുന്ന എപ്പോഴാണ്? ഓരോ കാലഘട്ടത്തിലും ഉണ്ടാവുന്ന സംഭവങ്ങൾ പിന്തുടരപ്പെടുമ്പോഴാണ്. മൻമോഹൻ സിംഗ് രാജ്യസഭയിലൂടെ 10 വർഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി, ഒരു തെറ്റുമില്ല. അതേപോലെ 56, 77 ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഇതിന് പുതിയൊരു വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നു. ഇത് അവരുടെ വ്യാഖ്യാനവും ഞങ്ങളുടെ വ്യാഖ്യാനവും തമ്മിൽ യോജിക്കാത്തതിന് നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. കാരണം എഴുതപ്പെടാത്ത നിയമമാണ്. 56 കാര്യത്തിനകത്ത് നമുക്ക് എങ്ങനെയാണ് സീനിയോറിറ്റി എന്ന് പറയുന്നതൊക്കെ ഒരു കീഴ്വഴക്കമാക്കി വെക്കാൻ കഴിയുക? ഒരൊറ്റ പാർലമെന്റ് മാത്രമേ അതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളൂ. നേരത്തെ PDT ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഭരണഘടനാ പാർലമെന്റ് ഉണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു. അത് ഒരു കീഴ്വഴക്കമാക്കി വേണമെങ്കിൽ വെക്കാം. പക്ഷെ അത് 77 ആരാണ്? 77 അന്നത്തെ ജനസംഘം ഉൾപ്പെട്ട ഭരണമാണ് ഇതേ കീഴ്വഴക്കം ലംഘിച്ചത്. അല്ല, അന്നത്തെ ജനസംഘത്തിന്റെ ഉൾപ്പെട്ട ഭരണത്തിൽപ്പെട്ടവരൊക്കെ പഴയ കോൺഗ്രസ്സുകാരാ. ഇന്ദിരാഗാന്ധിയുടെ ധനകാര്യമന്ത്രിയായി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച മൊറാർജി ഭായി ആണ് അന്ന് പ്രസിഡന്റ്, അല്ല പ്രധാനമന്ത്രി. അറിയില്ലേ? ഞാൻ ഒറ്റ കാര്യം, താങ്കൾ ചോദിച്ചു ഭയമുണ്ടോന്ന്. അയ്യോ, അതൊക്കെ കോൺഗ്രസ്സുകാർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവർ ശ്രമിച്ചു നോക്കട്ടെ. ഞങ്ങളെ കൂട്ടത്ത് നാളെ അടർത്തി മാറ്റി സ്പീക്കർ സ്ഥാനാർത്ഥിയൊക്കെ മാറ്റാൻ പറ്റുമെങ്കിൽ അതൊക്കെ ട്രൈ ചെയ്യട്ടെ. അതൊക്കെ ജനാധിപത്യമല്ലേ, അവർ ശ്രമിക്കട്ടെ. എന്ത് ഭയക്കാൻ? ജനാധിപത്യം അങ്ങനെ ഭയമുള്ളവരാണ്. Debate with MV Nikesh Kumar.